കുഞ്ഞിച്ചോ മിനാസാൻ മിസ്റ്റ് മൈറ്റ് മയത്തിന്റെ സീസൺ 1 എപ്പിസോഡ് 8 എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, എല്ലാ ദിവസവും നമ്മൾ 3 ചാപ്റ്റേഴ്സ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു 5 ചാപ്റ്റേഴ്സ് അടുപ്പിച്ച് അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോവുകയാണ്. സോ കിടില ഫൈറ്റ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിനകത്തുണ്ട്. അതുകൊണ്ട് എപ്പിസോഡ് ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. അത് മാത്രമല്ല, വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതേപോലെ ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ള അനൗൺസ്മെന്റ് ഉണ്ട്. ഗൈസ്, ഇത് നമ്മുടെ രണ്ടാമത്തെ ചാനലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മാൻഹൂസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ചാനലിൽ ഏത് നിമിഷവും കോപ്പിറൈറ്റ് അടിച്ച് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ എൻ്റെ സെക്കൻഡറി പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. ലിങ്ക് എന്തായാലും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ ചാനൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള എക്സ്പ്ലനേഷൻ ഒക്കെ അതിൻ്റെ അകത്തായിരിക്കും ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ അവർ ഞെട്ടി എണീറ്റു. അല്ല, നീ എന്താണ് ഈ പറഞ്ഞത്? അപ്പോ ഗാഡ് കാം അവനെന്തേ? അതാണ് അടുത്ത വർഷം ഗാഡ് കാമിനെ അദ്ദേഹത്തിനെ ഇപ്പൊ കാണാനില്ല. മോക് ജൂൻ വൂൺ, ഞാൻ നിന്നോട് പോർക്കത്തിലടാ. യങ് സർ ഒന്നടങ്ങ്. ഇപ്പൊ താങ്കൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ തേഡ്സൺ പറഞ്ഞതുപോലെയാകും എന്നും പറഞ്ഞോണ്ട് ഞാനിവിടെ അടങ്ങിയിരിക്കണമെന്നാണ് നീ പറയുന്നത്. എന്റെ ആൾക്കാർ അവൻ ഉപദ്രവിച്ചതും പോരാ, എന്നിട്ട് ഞാനിവിടെ എങ്ങനെയാണ് അടങ്ങിയിരിക്കുന്നത്? എങ്കിൽ പിന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ നോക്കിയാലോ? എന്ത്? തേഡ്സൺ എന്തായാലും ഗാഡ് കാമിനെ എന്തെങ്കിലും ചെയ്തു കാണും. സോ അദ്ദേഹത്തിന്റെ രീതിയിൽ താങ്കൾ കേട്ടില്ലേ, ഗാഡ് കാം ആ ഒരു ഓർഗനൈസേഷനായിട്ട് അഫിലിയേറ്റഡ് ആണ്. അത് മാത്രമല്ല, അവരുടെ പ്രൈഡ് എന്ന് പറയുന്നത് എല്ലാ അസാസിൻസിനും മുകളിലാണ്. ദി ഫോളിംഗ് അസാസിനേഷൻ അറ്റൻഡ് എന്ന് പറയുന്നത് അവർക്കൊരിക്കലും ഓർക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും അവരത് ചെയ്യാറുണ്ട്, അവരുടെ അസാസിനേഷൻ. ഞാൻ അവരോട് സംസാരിക്കാം. ഈ സൊജാങ്ങിൽ തന്നെ വൺ ഓഫ് ദി 3 ഗ്രേറ്റസ്റ്റ് അസാസിനേഷൻ ഓർഗനൈസേഷൻ, ദി ഫ്ലൈയിങ് അസാസിൻ സെക്ട്. പിന്നെ കാണുന്നത് അവരുടെ സെക്ടിന്റെ മുമ്പിൽ ഒത്തിരിയധികം പേരുടെ തല കുത്തി നിർത്തിയിരിക്കുന്നതാണ്. ശരിയാണ്, ദ ഫ്ലൈയിങ് അസാസിനേഷൻ സെക്ട്. അതെന്തായാലും നന്നായി. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ജിയോങ് ആണ്. അവനാട്ടെ അവിടെ നിൽക്കുവാണ്. നമ്മുടെ ഗാഡ് ഗോച്ചാനും പുറത്തുണ്ട്. ഞാൻ കുറച്ച് നേരമായിട്ട് ആ ഒരു സീക്രട്ട് മാനർ ഉള്ളതുപോലെ തന്നെ ആ ഒരു എനർജി കോർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് വീണ്ടും തെറ്റിയല്ലോ. ഇത് വീണ്ടും ഒരു ഫെയിൽഡ് ആയുള്ള അറ്റംപ്റ്റ് മാത്രമാണ്. എനിക്ക് ക്യൂ കംപ്ലീറ്റ്ലി സർക്കിൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ അത് ക്ലോസ് ചെയ്യാറാന്നിടത്ത് ആ ക്യൂ എവിടെയൊക്കെയോ സ്പ്ലിറ്റ് ചെയ്ത് പോന്നു. ഞാനിതെല്ലാം തെറ്റ് ചെയ്യുന്നുണ്ടോ? ഗാഡ് ഗോച്ചാൻ, എന്തു പറ്റി? ഇവിടേക്കൊന്ന് വന്നേ. എടാ, ഞാൻ എൻ്റെ ക്യൂ കൊണ്ട് ഒരു കോഡ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ആ ക്യൂ ഡിസിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നു. നിനക്ക് എന്തെങ്കിലും വഴി അറിയാവോ? എന്ത്? ഈ കുരിപ്പ് ഇന്നലെയല്ലേ മാർഷൽ ആർട്സിനെ പറ്റി അറിയുന്നത്? അതെയോ? അതിലുപരി ഇവൻ ഒറ്റ രാത്രി കൊണ്ട് ക്യൂ സെൻസ് ചെയ്യാനും അത് സർക്കുലേറ്റ് ചെയ്യാനും തുടങ്ങിയോ? നീ വെറുതെ വിഡിത്തം പറയല്ലേ എന്നെനിക്ക് പറയണമെന്നുണ്ട്. പക്ഷേ അങ്ങനെ പറഞ്ഞാൽ ഇവനെന്നെ വലിച്ചിട്ട് കയറും. യങ് മാസ്റ്റർ, ഞാനൊന്ന് ചെക്ക് ചെയ്തോട്ടെ. ചെക്ക് ചെയ്യാനോ? അതെങ്ങനെ? വേറൊന്നുമല്ല, ഞാൻ എൻ്റെ ക്യൂ താങ്കളുടെ ബോഡിയിലേക്ക് അയക്കും. അതെന്തായാലും പോകുന്ന വഴി സ്കാറ്റർ ചെയ്യുന്നിടത്ത് എനിക്ക് മനസ്സിലാകും. ഓ, എന്തായാലും ഇവനെ ദേഷ്യപ്പെടുത്താതിരിക്കുന്നതാണ് നല്ലത്. ഇവൻ കൊച്ചാണെന്ന് പറയാൻ പറ്റത്തില്ല. ആ ഒരു മുഖം മാത്രമേ ഉള്ളൂ. ഇവൻ്റെ സ്വഭാവം താങ്കൾ എന്നെപ്പറ്റി ആലോചിക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒരു ക്യൂ സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്താൽ മതി. അടുത്ത സെക്കൻഡ് തന്നെ അവനോട്ട് സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു സെക്കൻഡ് ഗോച്ചാനും ഒന്ന് ഞെട്ടി. ഇല്ല, ഇത് ഇങ്ങനെ വരാൻ അവൻ ആക്ച്വലി അത് ചെയ്യുകയാണ്. അതിലുപരി അവൻ്റെ ഫ്ലോയിൽ ഒരു തരത്തിലുള്ള ബ്ലോക്കേജും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ആൻഡ് ഇവൻ എങ്ങനെയാണ് ഇത്ര ക്ലിയർ ആയിട്ട് ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ അതിനൊരു മാർഗ്ഗമുള്ളൂ. ഒരു മാർഷൽ ആർട്ട് മാസ്റ്റർ ഇവൻ്റെ ക്യൂ അക്യൂ പോയിന്റ്സ് ഒക്കെ പെർഫെക്റ്റ്ലി പെർഫോം ചെയ്ത് കൊടുക്കണം. പക്ഷേ അത് അതിനർത്ഥം ഇവൻ പ്യൂറുള്ള ജീനിയസ് ആണെന്നാണോ? അല്ല, ഇതെന്താണ് ഈ ഒരു എനർജി? അത് ശരിക്കും സ്ട്രേഞ്ച്, കോൾഡുമാണ്, ക്രീപ്പിയാണെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്നാണ് അതവനെ റിജക്ട് ചെയ്തത്. കണ്ട, അത് ഡിസ്പ്ലേസ് ആകുന്നില്ലേ? ഓ, അപ്പൊ താങ്കൾക്കും അത് ഫീൽ ആയല്ലേ? നീ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതി. എനിക്കിത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? അത് പിന്നെ താങ്കൾക്ക് എനിക്ക് അറിഞ്ഞൂടാ. അതൊരു സ്ട്രേഞ്ച് ആയുള്ള ഒരു എനർജിയാണ്. അതിലുപരി താങ്കളുടെ എനർജി കോറിൻ്റെ അടുത്ത് ഫോറിൻ ആയിട്ടുള്ള ഒരു എനർജി എനിക്ക് സെൻസ് ചെയ്യാൻ സാധിച്ചു. എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ? അപ്പോൾ ഈ ഒരു കോൾഡ് എനർജി, അതാണ് പ്രോബ്ലം. ഞാൻ ഇതെന്ത് ചെയ്യും? ഇങ്ങനെയാണെങ്കിൽ എനിക്ക് മാർഷൽ ആർട്സ് പഠിക്കാൻ സത്യം പറഞ്ഞാൽ അത് ഡിസ്പേഴ്സ് ആകുന്നതാണോ എന്നൊരു ഡൗട്ടുണ്ട്. ലൈക്ക് ആ ഒരു ക്യൂ ഇങ്ങനെ കറങ്ങാൻ നേരത്ത് വരേണ്ടതല്ല. കണ്ടിട്ട് അത് ഓപ്പോസിറ്റ് ആയിട്ട് പോകുന്ന പോലെ. ഓപ്പോസിറ്റോ? അല്ല, അത് ഞാൻ ചുമ്മാ എൻ്റെ ഒരു ഇത് പറഞ്ഞതാണ് കേട്ടോ. താങ്കൾ അത് ചെയ്യണമെന്നൊന്നും. ഓപ്പോസിറ്റ്, ഓപ്പോസിറ്റ്. ശരിയാണ്. ചിന്തിക്കാൻ നേരത്ത് നോർമൽ ക്യൂ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി വാം ആണ്. പക്ഷേ ഡെത്ത് ക്യൂ എന്ന് പറയുന്നത് കോൾഡ് ആണ്. കോൾഡ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ്. ശരിയാണ്. ഒരു കാര്യം ചെയ്യാം. ഞാൻ എൻ്റെ ക്യൂയെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒന്ന് സർക്കുലേറ്റ് ചെയ്യാം. എന്ത്? യങ് മാസ്റ്റർ ഒന്ന് വെയിറ്റ് ചെയ്യ്. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ താങ്കളുടെ ക്യൂയെ ബ്ലോക്ക് ചെയ്യുന്നു പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ബ്ലൂ സ്പിരിറ്റ് അവിടേക്ക് അവനെ പിടിച്ച് ബാക്കിലേക്ക് ഇട്ടത്. ശബ്ദിക്കരുത്, അവനത് ചെയ്യട്ടെ. വിട്ടി, നീ ഓരോ പരീക്ഷണങ്ങൾ കാണിച്ച് അവസാനം നീ തന്നെ മരിക്കും. അതെ, നീ അത് ചെയ്.
അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നിന്റെ ശരീരം എനിക്ക് കിട്ടും. ഒരു ഫെമിലിയർ സ്പിരിറ്റിന് അവരുടെ ഓണറിന്റെ മേത്ത് കൈവെക്കാൻ സാധിക്കത്തില്ല. പക്ഷേ ആ ഒരു ഓണർ മരിച്ച ഒന്നെങ്കിൽ ആ കോൺട്രാക്ട് നഷ്ടപ്പെടും, അല്ലെങ്കിൽ എനിക്ക് ഇതെന്തായാലും നന്നായി. മോങ്ക്, എനിക്ക് തോന്നുന്നു നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടും മുമ്പ് തന്നെ ഫ്രീ ആകുമെന്നാണ്. നിന്റെ ബോഡിയിൽ നിന്ന് നിന്റെ ആത്മാവ് എപ്പോൾ വിട്ടുപോകുന്നു അപ്പോൾ തന്നെ ആ ബോഡി എന്റേതായി മാറും. പിന്നെ കാണിക്കുന്നത് ആ ഒരു ഫ്ലവർ ഹാളാണ്. എൻ്റെ പേര് ന്യൂ മൂൺ എന്നാണ്. ഞാൻ ഫീനിക്സ് പാവലിൽ നിന്ന് വന്ന പുതിയ മന്ത്രവാദിയാണ്. അതായിരുന്നു പുതിയ മന്ത്രവാദിയായിട്ടുള്ള ന്യൂ മൂൺ. ഞാൻ കേട്ടിരുന്നു അവരുടെ ഏറ്റവും ഫേമസ് ആയുള്ളൊരു മന്ത്രവാദിയാണ് ഇവിടേക്ക് മരിച്ചത്. പക്ഷേ എന്നിട്ടും ഒരാളെ മാത്രമാണ് ഇവിടേക്ക് വിട്ടത്. അതിലുപരി അവളുടെ ശബ്ദം കേട്ടിട്ട് ഒരു കൊച്ചു പെൺകുട്ടീനെ പോലെ. ആൻഡ് ഇവളെന്തിനാണ് ഈ ശവം വീണ്ടും ഇവിടേക്ക് കൊണ്ടുവന്നത്? ഡിസിപ്ലിൻ മൊയയുടെ ശവം നമുക്കിവിടെ ഉപകാരപ്പെടും ആ ഒരു റിച്വല് പൂർത്തിയാക്കാണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഡിസിപ്ലിൻ മൊയോ? അതിനർത്ഥം മൊയേനെക്കാട്ടും ഹയർ റാങ്കിലാണ് ഇവൾ. ഒരു കാര്യം എനിക്ക് ആദ്യം തന്നെ ക്ലിയർ ചെയ്യാനുണ്ട്. അല്ല, അതെന്താണ്? തേഡ്സൺ എന്തായാലും ഇന്ന് മരണപ്പെടും. ഹ്, ഉള്ളത് പറയാലോ. നിന്നെ ആദ്യം കണ്ടപ്പോൾ എനിക്കത്രക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇപ്പൊ എൻ്റെ മനസ്സ് മാറിയിട്ടുണ്ട്. ഞാനെന്തായാലും തുടങ്ങുകയാണെന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് കുറച്ചധികം ആക്ഷൻസ് ചെയ്യും. അതേ സമയത്താണ് മൊയോ പെട്ടെന്ന് അവൻ്റെ വാ തുറന്നത്. അടുത്ത സെക്കൻഡിൽ കുറച്ചധികം മന്ത്രം ജപിക്കുകയും എന്നിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ആണയുണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് കുത്തി ഇറക്കുകയും ചെയ്തു. അവൻ്റെ ശരീരം വളരെ അബ്നോർമലായ രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. ഇത് കണ്ടപ്പോൾ അവർ ഞെട്ടി. കാര്യം അവൻ ഉച്ചത്തിൽ കിടന്ന് അലറുന്നുണ്ടായിരുന്നു. മരിച്ചൊരു വ്യക്തി. പെട്ടെന്നാണ് അവൻ്റെ കഴുത്തിലേക്ക് എന്തൊക്കെ കയറി വന്നത്. അടുത്ത സെക്കൻഡിൽ നിന്ന് അവൻ്റെ വായിൽ നിന്നും കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും കുറേയധികം കൈകൾ പുറത്തേക്ക് വന്നു. എന്നിട്ട് നേരെ മുകളിലേക്ക് ചെല്ലുന്നുണ്ട്. ആ പോയത് മറ്റെങ്ങോട്ടല്ലായിരുന്നു, അതിൻ്റെ ടാർജറ്റിൻ്റെ അടുത്തേക്കാണ്. അതാട്ടെ ആ ജനലിലൂടെ അകത്തേക്ക് കയറാൻ പോയപ്പോൾ നമ്മുടെ ബ്ലൂ സ്പിരിറ്റും മോഗും അത് സെൻസ് ചെയ്തു. അവൾ തിരിഞ്ഞു നോക്കുന്നതിന് മുമ്പ് ആ ഒരു അറ്റാക്ക് നേരെ നമ്മുടെ ജിയോങ്ങിന്റെ നേരെ ചെല്ലുന്നുണ്ടായിരുന്നു. അവരുടെ ടാർജറ്റ് എന്ന് പറയുന്നത് തേർഡ് സണ്ണുള്ള മോക് ജിയോൺ വൂണായിരുന്നു. പക്ഷേ പെട്ടെന്നായിരുന്നു ഡിമോണിക് മോങ്ക് അതിന് കയറി വട്ടം പിടിച്ചത്. എന്നാൽ അതിന്റെ ശക്തി അതികഠിനമായിരുന്നു. ഡിമോണിക് മോങ്കിന്റെ പുറകിലേക്ക് കൊണ്ട് തെറിപ്പിച്ചു കളഞ്ഞു. അല്ല, ഇത് റിവേഴ്സ് മർഡർ അല്ലേ? ഇതെല്ലാം കാണുന്നുണ്ട് ഫസ്റ്റ് ലേഡി അവിടെ നിപ്പുണ്ടായിരുന്നല്ലോ. അതായത് അവൾ എത്ര തവണ ആ ശവത്തിലേക്ക് കുത്തുന്നോ അത്രയും തവണ ആ ഒരു വേദന അവൻ അനുഭവിക്കുമെന്നാണ്. ഈ സമയത്ത് അവളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുത്താൻ നിർത്ത് നമ്മുടെ ഡിമോണിക് മോങ്കിനെ അത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇതെല്ലാം കാണാൻ നിർത്ത് ഫസ്റ്റ് ലേഡിക്ക് ഭയങ്കര സന്തോഷമാണ്. കാര്യം ഈ വേദനയെല്ലാം നമ്മുടെ ജിയോങ് അനുഭവിക്കുമെന്ന് ഓർക്കാൻ നേർത്ത്. ആ സമയത്തായിരുന്നു അവൾ അവസാനമായി ഒരു മാസീവ് അറ്റാക്ക് ചെയ്യാൻ നേർത്ത് അതെല്ലാം തന്നെ അവൻ്റെ നേരെ പാഞ്ഞ് അടുത്തത്. അത് തന്നെ, നീ ഇനിയും സഫർ ചെയ്യണം, ഇനിയും സഫർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് അവളത് പറയുന്നത്. "ഹ്, നിനക്കൊന്നും വേറെ പണിയില്ലേ?" അടുത്ത സെക്കൻഡ് ബ്ലൂ സ്പിരിറ്റ് ഒരറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് നീ എൻ്റെ ഇരയെ ഭക്ഷിക്കാനായിട്ട് വന്നെന്ന് പറഞ്ഞ് വീണ്ടും ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തതും അവിടെയുള്ള എല്ലാ കൈകളും പല കഷ്ണങ്ങളാക്കി മുറിഞ്ഞു പോകുകയും ആ ഒരു അറ്റാക്ക് നേരെ തിരിച്ചു നിന്ന് ആ ന്യൂ മൂൺ എന്ന് പറയുന്ന മന്ത്രവാദിയിലേക്ക് വന്ന് അവനെ തട്ടി ബാക്കിലേക്ക് തെറിപ്പിച്ച് കളഞ്ഞത്. ന്യൂ മൂൺ, നിനക്ക് കുഴപ്പമില്ലല്ലോ, ഓക്കെ ആണോ? ഇമ്പോസിബിൾ. ഇത് ഇത് ആ റിവേഴ്സ് മറിനെ ഡിഫ്ലക്ട് ചെയ്തു. അതിനർത്ഥം അതെന്തായാലും ഒരു യെല്ലോ സ്പിരിറ്റ് അല്ല. മാഡം, എനിക്ക് തോന്നുന്നു പേയ്മെന്റ് കുറച്ചുകൂടെ അധികം വേണ്ടി വരുമെന്നാണ്. എന്ത് പേയ്മെന്റ് ഇനിയും വേണമെന്നോ? അതെ, ഇത് നമ്മൾ വിചാരിച്ചതുപോലെയല്ല. അറ്റ്ലീസ്റ്റ് 1000 വെള്ളി നാണയങ്ങളെങ്കിലും വേണ്ടിവരും. 1000 വെള്ളി നാണയമോ? നീ എന്താ സീരിയസ് ആയിട്ടാണ് ഇത് പറയുന്നത്? ഓൾറെഡി 500ഓളം തന്നിരിക്കുന്നു, ഇനിയും 1000 വേണമെന്നോ? ഞാനീ പറഞ്ഞത് വെറുതെ അല്ല. കാര്യം ഇത്ര നേരത്തെ പോലെയല്ല. ഇനി എൻ്റെ ജീവൻ പണയം വെച്ചാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. ജീവൻ പണയം വെച്ചോ? അതിനർത്ഥം അത്രയും ഡേഞ്ചറസ് ആണെന്നാണോ? അതെ, അത് നോർമലുള്ള ഒരു ഈവൽ സ്പിരിറ്റ് അല്ല. ശരിക്കും ഹയർ റാങ്കിലെ ഒരെണ്ണമാണ്. അതിലുപരി യെല്ലോ സ്പിരിറ്റിന്റെ മുകളിലുള്ള എല്ലാത്തിനെയും ഡിസാസ്റ്ററായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെ കണ്ണി കണ്ട എല്ലാ മന്ത്രവാദിക്കും അതിനങ്ങോട്ട് തളക്കാനും സാധിക്കത്തില്ല. അറ്റ്ലീസ്റ്റ് എൻ്റെ അത്രയെങ്കിലും സ്കിൽഫുൾ ആയിരിക്കണം. എങ്കിൽ ശരി, നിനക്ക് ഞാൻ 1000 വെള്ളി നാണയങ്ങൾ ഇനിയും അധികം തരാം മാഡം. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കണം, മോക് ജിയോൺ വൂണിനെ നീ ഇന്ന് കൊന്നിരിക്കണം. താങ്കൾ പേടിക്കേണ്ട, മന്ത്രവാദികൾക്കും ഈ സ്പിരിറ്റിനെ പോലെ റാങ്ക്സ് ഉണ്ട്. ഏറ്റവും താഴെയുള്ളത് ഡിവൈൻ, അതിൻ്റെ മുകളിൽ സൺ, പിന്നെ മൂൺ, ടാലന്റ്, ഡാർക്ക്നെസ്, പോർട്ടർ. ഞാൻ മൊയോഷിനെക്കാട്ടും 2 പടി മുകളിലാണ്. എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ഒരു പോർട്ടർ റാങ്കാണ്. അതിലുപരി
5 വർഷത്തെ ബേസിക്കുള്ള ട്രെയിനിങ് കടന്ന് ഞാൻ ഇവിടേക്ക് വന്നത് ചുമ്മാതല്ല. അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞ കുറച്ചുകൂടെ പ്രായം വിചാരിച്ചു. പക്ഷേ ഇത് പെട്ടെന്നാണ് അവൾ ഞെട്ടിയത്. അതിലുപരി ഫീനിക്സ് പാവലിയിൽ എന്നെയും കൂടെ കൂട്ടി വെറും 3 മന്ത്രവാദികൾക്ക് മാത്രമാണ് ഒരു ഫെമിലിയർ സ്പിരിറ്റ് ഉള്ളത്. എന്നിട്ട് അവൾ നേരെ പുറത്തേക്കിറങ്ങി. ഞാൻ വാക്ക് തരുവാണ്, മൂന്നാമത്തെ മകൻ ഒരിക്കലും ഇത് സർവൈവ് ചെയ്യത്തില്ല. ഇതേ സമയത്ത് ജിയോങ് അവിടെ നിന്ന് വീണ്ടും അവന്റെ ക്യൂയെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. വിഡ്ഢികൾ എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് അവനിപ്പോൾ ക്യൂയെ സർക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ഇവനെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതെന്നെയും കൂടെ ബാധിക്കും. ആ സമയത്താണ് ആ ഒരു എനർജി അവന്റെ ശരീരത്തിൽ നിന്ന് റിലീസായത്. അല്ല, അത് ഡെഡ് ക്യൂ അല്ലേ, അഥവാ ഇൻ ക്യൂ ഐ. പക്ഷേ ഇത് ഒരു ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ എങ്ങനെയാണ് ഈ ഡെത്ത് ക്യൂയെ കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്? സത്യം പറഞ്ഞാൽ ഇവനൊട്ടും തന്നെ നോർമൽ അല്ല. കാര്യം ഒറ്റ നോട്ടത്തിൽ തന്നെ അവന് റിച്വൽ ഓഫ് അറ്റാച്ച്മെന്റ് എന്താണെന്ന് മനസ്സിലായി. മാർഷൽ ആർട്സ് എന്തെന്ന് പോലും അറിയാതെ ക്യൂയെ സർക്കുലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അതിലുപരി അവനിപ്പോൾ ഡെത്ത് ക്യൂയെ ജീവനോടെ ഇരുന്നുകൊണ്ട് തന്നെ അബ്സോർവ് ചെയ്യുന്നു. എനിക്കിത് അഡ്മിറ്റ് ചെയ്യാൻ ചെറിയ മടിയുണ്ട്, പക്ഷേ നിന്റെ മേലുള്ള എൻ്റെ ഇൻട്രസ്റ്റ് അത് കൂടി വരുന്നു. എനിക്ക് എനിക്ക് തോന്നിയായിരുന്നു ഞാൻ എൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ക്യൂയെ സർക്കുലേറ്റ് ചെയ്താൽ മതിയായിരുന്നു. മോർട്ടൽ, നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ? ഏ, ജീവനോടെ ഉണ്ടെന്നോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? നിനക്കെന്താ കണ്ണില്ലേ? അല്ല, ജീവനുള്ള നീ എങ്ങനെയാണ് ഈ ഡെത്ത് ക്യൂയെ പുള്ളി ചെയ്യുന്നത്? അല്ല, അതെന്തേ ഡെത്ത് ക്യൂയെ ഞാൻ അബ്സോർവ് ചെയ്യാൻ പാടില്ലേ? ഓ, ഇവൻ. അല്ല ബ്ലൂ സ്പിരിറ്റ്, ഈ റൂമിൽ നിന്ന് എന്ത് സംഭവിച്ചു? കൊള്ളാം, നീ ഇപ്പോഴാണ് നോട്ടീസ് ചെയ്തത്. ഡിമോണിക് മോങ്ക് ഒരു അവസ്ഥയിലാണ്, ദേ ഗാഡ് ചാങ്ങിനും ബോധമില്ല. എനിക്കറിയാമല്ല, ഞാൻ വന്നപ്പോഴേ. ഈ സമയത്ത് ഡിമോണിക് മോങ്ക് പെട്ടെന്ന് എഴുന്നേറ്റു. എന്നിട്ട് എല്ലാം തന്നെ അവരുടെ പറഞ്ഞു കൊടുത്തു. ഓ, അപ്പോൾ ഗോച്ചാൻ. ആ, എടാ മോങ്കെ, ഞാനിടത്ത് നീ എൻ്റെ കൂടെയാണ്, നീ ഇപ്പം അവൻ്റെ കൂടെ കൂടിയെന്ന് പറഞ്ഞിട്ട് മോങ്കിനിട്ട് അവൾ തല്ലുകയും ചെയ്യും. നീ ശരിക്കും കൊള്ളാലോ. വേറൊന്നുമല്ല, ഞാൻ നിന്നെ ആ റിവേഴ്സ് മർഡറിൽ നിന്ന് രക്ഷിച്ചത് മാത്രമാണ്. റിവേഴ്സ് മർഡറോ? അത് പെട്ടെന്നാണ് അവർ 3 പേരും ഞെട്ടിത്തെറിച്ചു പോയത്. അവർക്ക് ആ ഒരു എനർജി സെൻസ് ചെയ്യാനായിട്ട് സാധിച്ചു. അവൾക്കത് മനസ്സിലാക്കുകയും ചെയ്തു. അല്ല, അതെന്താണ് മോർട്ടൽ, നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. പെട്ടെന്നാണ് നിലത്തുനിന്ന് എന്തോന്ന് അവന്റെ നേരെ വരുന്നത് അവൻ സെൻസ് ചെയ്തത്. ഏത് വീട്ടിയാണ് ഈയൊരു ജീവനെ അവരുടെ ഫെമിലിയർ സ്പിരിറ്റ് ആക്കി എടുത്തത്? അല്ല, ഇതെന്താണ്? അതാണ് സ്പിരിറ്റ് ഓഫ് ദി മൗണ്ടെയിൻസ്, മൗണ്ടെയിൻ പിയേഴ്സിംഗ് ഷെൽഡ് ബീസ്റ്റ്. ആ സമയത്ത് കുറേയധികം പാറ്റയും പുഴുവും അങ്ങനത്തെ കുറേയധികം ഇൻസെക്ട്സ് അവന്റെ നേരെ വരുന്നുണ്ടായിരുന്നു. ഈ മൗണ്ടെയിൻസിൽ ജീവിക്കുന്നവരെയാണ് ഈ ചിമി എന്നും പറയുന്നത്, അഥവാ മൗണ്ടെയിൻ സ്പിരിറ്റ്സ്. കടലിലുള്ളതിനാണ് മൊറോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സീ സ്പിരിറ്റ്സ്. വർഷങ്ങളോളം ഇത് ഡിസാസ്റ്റർ മാത്രമാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ചിമി, മൊറിയോ ആൻഡ് അതിലൊന്നാണ് ഈ മൗണ്ടെയിൻ പിയേഴ്സിംഗ് ഷെൽഡ് ബീസ്റ്റ്. ആ സമയത്ത് അവൾ മുന്നിലേക്ക് നടന്ന് വരികയായിരുന്നു. അവളുടെ കയ്യിൽ ഒരു കാക്കിനെ പോലത്തെ ഒരു ജീവി, അത് ഒറ്റ കണ്ണുള്ളത്. അടുത്ത സെക്കൻഡിൽ മുകളിലേക്ക് അത് പറന്നുയർന്നു. ഒരു പക്ഷീനെ പോലെയാണ് കാണാനെങ്കിലും അതിന് പാമ്പിനെ പോലത്തെ വാലുകളായിരുന്നു. ചുരുക്കം പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇതിലും വലിയ മറ്റൊന്നും തന്നെ ആവശ്യമില്ല. അത്രത്തോളം ഡേഞ്ചറസും ലീത്തലുമായിരുന്നു ആ ഒരു ബീങ്. ഇതെല്ലാം കൊണ്ടുകൊണ്ട് അവൾ നേരെ പുറത്തേക്കിറങ്ങി. സത്യം പറഞ്ഞ മന്ത്രവാദികളുടെ ഇടയിൽ ഫ്രണ്ട്ഷിപ്പോ അങ്ങനെ ഒന്നും തന്നെയില്ല. കാര്യം ഞങ്ങൾ എപ്പോഴും മരണമായിട്ട് തൊട്ടടുത്താണ് ജീവിക്കുന്നത്. പക്ഷേ എൻ്റെ എൻ്റെ ശിഷ്യനെ ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് ഹാ ഒരു ഫെമിലിയറുള്ള ഫേസാണ് ഞാൻ അങ്ങനെ കണ്ടത്. അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞേക്കാന്ന് പറഞ്ഞ് അവൾ മുന്നിലേക്ക് നടന്നപ്പോൾ അവളുടെ കൂടെ തന്നെ കുറേയധികം ഇൻസെക്ട്സ് മുന്നിലേക്ക് വരുന്നുണ്ട്. തേർഡ് സണ്ണായിട്ടുള്ള മോക്ക് ജൂൻ വൂൺ, നീ ഇന്നെൻ്റെ ഫെമിലിയർ സ്പിരിറ്റിൻ്റെ ഭക്ഷണമായി തീർന്നിരിക്കും. ഈ സമയത്ത് അവൻ അത് കണ്ട് അത്ഭുതത്തോടെ നിൽക്കുകയാണ്. നമ്മുടെ ഗോച്ചാനട്ടെ നല്ല ഉറക്കത്തിലായിരുന്നു. എഴുന്നേക്കണമെന്ന് പറഞ്ഞ് പെട്ടെന്നാണ് അവന്റെ കർണത്ത് നോക്കി ഒരെണ്ണം കൊടുത്തത്. അല്ല, ഇതെന്തുവാണ്? ഇപ്പോഴെങ്കിലും എണീറ്റില്ല, ഇനി അതിനൊക്കെ കൊല്ലാൻ നോക്ക്. പെട്ടെന്ന് അവന് വേദിച്ച് അവൻ നോക്കാൻ നേരത്ത് അവന്റെ കയ്യിൽ ആ ബക്സ് ഒക്കെ കടിച്ചിട്ടുണ്ട്. നാശം, ഒന്ന് തൊട്ടതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ നിന്റെ ഇന്നർ എനർജി യൂസ് ചെയ്ത് നിന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നോക്ക്. ഇത് ശരിക്കും വളരെ ചെറിയ ബക്സ് തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. ഞങ്ങൾ ജീവനോടെ തന്നെ ഇതിനെ ഭക്ഷിക്കാൻ പറ്റും. നീ ഇനി എന്ത് ചെയ്യും മോർട്ടൽ? നീ ഇതിൻ്റെയൊക്കെ ഒരു ഭക്ഷണമായി തീരാൻ പോകുവാണ്. കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ്. അല്ല ബ്ലൂ സ്പിരിറ്റ്, നീ ഞങ്ങളെ സഹായിക്കുന്നില്ലേ? ഞാനോ? എന്തിനാണ് ഞാൻ നിങ്ങളെ സഹായിക്കുന്നത്? അല്ല, ഇവനിതാരോടാണ് ഈ സംസാരിക്കുന്നത്? കാര്യം, നമ്മുടെ ഗോച്ചാനെ ഇവളെ കാണാൻ പറ്റുന്നില്ലായിരുന്നു. നീ എൻ്റെ ഫെമിലിയർ സ്പിരിറ്റ് അല്ലേ, അപ്പം നീ എന്നെ അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യാം. പക്ഷേ നിന്റെ ശരീരം അതെനിക്ക് തരണം. വേണ്ട, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കിടന്ന് ചാകാം. ഇവിടെ കുറേ ആണുണ്ടെന്ന് പറഞ്ഞ് അവൻ വീണ്ടും എല്ലാത്തിനും തല്ലി കൊല്ലാനും തുടങ്ങി. ആ സമയത്താണ് അവൾ പറയുന്നത്, എങ്കിൽ ശരി, നമുക്കൊരു പന്തയം വെച്ചാലോ?
പന്തയമോ? അതെ, ഒരു പന്തയം. നീ മരണത്തിന്റെ വക്കിലാണെങ്കിൽ എന്തായാലും നീ മരിക്കാൻ പോകുവാണല്ലോ. അപ്പൊ നീ എന്റെ ബോഡി എനിക്ക് തരണം. പക്ഷേ നീയും ജീവനോടെ തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പിന്നെ നിന്നെ ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതും നിനക്ക് ഇഷ്ടമുള്ളത്രം. ആ, എങ്കിൽ പിന്നെ പെട്ടെന്ന് അവളൊന്ന് ഞെട്ടി. അതേസമയം ഒരു പാറ്റിനെ ഞെരുക്കിക്കൊന്നുണ്ട് അവൻ പറയുകയും ചെയ്യും. നീ നിന്റെ വാക്ക് പാലിക്കാൻ തയ്യാറാക്കിയോളൂ. പെട്ടെന്നാണ് അതെല്ലാം അവരിന്ന് ആ ബെഡിലേക്ക് കയറാനായിട്ട് തുടങ്ങിയത്. യങ് മോസ്റ്റർ, കുറേയധികം ബഗ്സ് ഉണ്ട്, നമ്മൾ എന്ത് ചെയ്യും? ഗാഡ് ഗോച്ചാൻ, എന്തെങ്കിലും കത്തിക്കാൻ പറ്റുന്ന കണ്ടെത്തണം. നമുക്ക് ഈ സ്ഥലം കംപ്ലീറ്റ്ലി കത്തിക്കണം. എന്ത്? ദേ ആ കാണുന്ന ലാറ്റൻ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും. പക്ഷേ അത് നല്ല ദൂരത്താണ്. നമ്മൾ ആ സമയത്താണ് ജിയോങ് അതിന്റെ റിച്ചിൽ ഓഫ് അറ്റാച്ച്മെന്റ് അങ്ങോട്ട് യൂസ് ചെയ്തത്. അടുത്ത സെക്കൻഡ് അവിടെ നിന്ന് ചാടി അവന്റെ കയ്യിൽ വന്നിരുന്നു. അല്ല, അതൊക്കെ പിന്നെ സംസാരിക്കാം. എന്നിട്ട് ആ തീ ഒന്നിരെ പുറത്തേക്ക് എടുത്തു. ഇതുകൊണ്ട് എനിക്കിവിടെയുള്ള എല്ലാ സ്ഥലം കത്തിക്കാനായിട്ട് പറ്റും. ലേഡി സിയോക്, ഇതെല്ലാം നീ ചെയ്യുവാണെന്ന് എനിക്കറിയാം. നീ കൊണ്ടുവന്ന ഒരു പുതിയ മന്ത്രവാദിയുടെ പണിയായിരിക്കുമല്ലേ? പക്ഷേ ഇത് ഞാൻ ഉറപ്പായിട്ടും എന്റെ ബെനഫിറ്റ് ആക്കി മാറ്റും. എന്നിട്ട് ആ ഒരു മന്ത്രവാദിനെ ഞാൻ തന്നെ കൊല്ലും. മൗണ്ടൻ പിയേഴ്സിംഗ് ഷെൽഡ് ബീസ്റ്റ്. അടുത്ത സെക്കൻഡിൽ കുറച്ചധികം ഇൻസെക്ട്സ് നേരെ മുകളിലേക്ക് ഉയർന്നിട്ട് ആ ഒരു തീനെ വന്ന് അറ്റാക്ക് ചെയ്ത് അതിനെ കെടുത്തിക്കളഞ്ഞു. നീ എന്താടാ വിചാരിച്ചത്? നിന്റെ ലിറ്റിൽ ട്രിക്സ് വർക്കാകുമെന്നോ? ആ സമയത്ത് അവളും കുറേയധികം ഇൻസെക്ട്സും നേരെ മുന്നിലേക്ക് നടന്നു വരികയായിരുന്നു. നീ ശരിക്കും ഒരു വിഡ്ഢിയാണ്. എന്റെ വലത്തെ കൈ അത് വെളുത്ത കണ്ണാണ്. അത് മറ്റാർക്കും കാണാത്ത പലതും കാണാൻ സഹായിക്കും. അത് ഈ ലോകത്തിലെ ക്യൂയുടെ ഫ്ലോയാണ്. നീ ഇതിന്റെ പുറകിലാണെങ്കിലും എനിക്ക് നിന്നെ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കും. അതാണ് ഞാൻ കാണുന്ന ലോകം. പിന്നെ കാണുന്നത് ആ ക്യൂ സെൻസ് കൊണ്ട് അവളാട്ടെ അവരെ രണ്ടുപേരും സെൻസ് ചെയ്യുന്നതാണ്. അടുത്ത സെക്കൻഡ് ആ സ്ഥലം പൊളിച്ചുകൊണ്ട് അവൾ നേരെ അകത്തേക്ക് കയറി. നിന്നെ കണ്ടതിൽ സന്തോഷം. അപ്പോഴാണ് അവളത് ശ്രദ്ധിക്കുന്നത്. 2 ത്രെഡ്സ് പോകുന്നത് അവൾ കണ്ടു. അതിലൊരെണ്ണം അവളുടെ തൊട്ട് മുകളിലുണ്ടായിരുന്നു. അവൾ അടുത്ത സെക്കൻഡ് ഒരു മന്ത്രം പറയുകയും നേരെ കുറച്ച് കൈ വന്ന് അവനടിച്ച് താഴത്തേക്ക് ഇടുകയും ചെയ്തു. എന്നിട്ട് ഡിമോണിക് മോങ്ങിന്റെ തലയിൽ കാല് വെച്ചിട്ട് പറയുകയും ചെയ്യും, എനിക്കെല്ലാം വ്യക്തമായി തന്നെ കാണാം. പെട്ടെന്നാണ് ഗോച്ചാൻ ഒരറ്റാക്ക് ചെന്നിട്ട് പോയത്. അടുത്ത സെക്കൻഡ് അവരൊരു സ്ലിപ്പ് യൂസ് ചെയ്ത് ഗോച്ചാൻ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യും. അവനാട്ടെ കറണ്ടടിച്ച് ബോധം പോവുകയും ചെയ്യും. ഇതേ സമയം ആ ഒരു ചെറിയൊരു കത്തി നേരെ താഴത്തേക്ക് വീണു. അവനത് കയറി പിടിക്കുകയും ചെയ്തു. പെട്ടെന്നായിരുന്നു ആ ഒരു മൗണ്ടൻ പിയേഴ്സിംഗ് ബീസ്റ്റ് അവനെ അറ്റാക്ക് ചെയ്തിട്ട് വന്നത്. എന്നിട്ടൊരു മാസീവ് ആള അറ്റാക്കും ചെയ്യുന്നുണ്ട്. അതാട്ടെ അവനെ ഞെട്ടിച്ചു കളഞ്ഞു. ഒത്തിരിയധികം ഇൻസെക്ട്സ് അവന്റെ നേരെ വന്ന് അവൻ അടിച്ചു നേരെ ബാക്കിലേക്ക് ഇടുന്നുണ്ട്. മോക്സോഡ് മാനറിലെ തേർഡ് സണ്ണായുള്ള മോക്ക് ജിയോൺ വൂൺ, നീ എന്തായാലും മരിക്കാൻ സമയമായിരിക്കുന്നു. ഈ സമയത്ത് അവന്റെ ശരീരം ചുറ്റും ആ ഒരു ഇൻസെക്ട് പൊതിഞ്ഞ് കെട്ടിയിരുന്നു. ഒന്നും തന്നെ ചെയ്യാൻ പറ്റാതെ അവനവിടെ ഇരിക്കുകയാണ്. ഡിമോണിക് മോങ്കിന് എഴുന്നേക്കാൻ സാധിക്കുന്നില്ല. അവനായിട്ട് ആ ഇൻസെക്ട്സ് പൊതിഞ്ഞു കെട്ടി. ഗാഡ് ഗോച്ചാന്റെ ബോധവും നഷ്ടപ്പെട്ടു. ഇത് ഞാൻ വിചാരിച്ചതിലും എളുപ്പമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണോ? ഇവന്റെ കയ്യിൽ ഒരു ഗ്രീൻ സ്പിരിറ്റ് മാത്രം. ആ സമയത്ത് അവൾ പറയുകയും ചെയ്യും, നീ എന്തായാലും നന്നായിട്ടൊന്ന് ജോലി ചെയ്തു, ബാ തിരിച്ചു പോകാം. അവനെന്തായാലും ആ ബഗ്സ് കൊന്നു കളഞ്ഞോളൂ. ക്വസ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞപ്പോൾ അവളൊന്ന് ഞെട്ടി. കാര്യം അവളുടെ പുറകിൽ നമ്മുടെ ജിയോങ് എഴുന്നേറ്റ് നിന്നു. അതിനുശേഷം കാണുന്നത് അവന്റെ കയ്യിലേക്ക് ആ കത്തി കുത്തി ഇറക്കുന്നതാണ്. തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു ബീസ്റ്റിനെയാണ് അവൾക്ക് കാണാൻ സാധിച്ചത്. ആ ഒരു ഇൻസെക്ട്സ് എല്ലാം നിലത്തേക്ക് മരിച്ച് വീഴുകയാണ്. അതേസമയം അവന്റെ ശരീരത്തെ പല ഭാഗത്തുനിന്നും ചോര ചീറ്റുന്നുണ്ട്. അവൾക്ക് അത് ശരിക്കും അത്ഭുതകരമായ ഒരു കാഴ്ചയാണ്. കാര്യം ലിറ്ററലി ഒരു മനുഷ്യനായിട്ട് അവനെ തോന്നിയത് പോലുമില്ല. പിന്നെ കാണുന്നത് കൈയും കാലൊക്കെ കീറി ആ ചോര അവന്റെ ശരീരത്തിലേക്ക് ഒലിക്കുന്നതാണ്. ആ ചോര വീഴാൻ നേരത്തെ തന്നെ ഈ ഇൻസെക്ട്സ് ഒക്കെ മരിച്ച് നിലത്തേക്ക് വീഴുകയാണ്. അല്ല, ഇത് ഇതെന്താണ് ഇവന് ചെയ്യുന്നത്? ആ സമയത്ത് സ്വന്തം ചോരയിൽ അവൻ കുളിക്കുകയായിരുന്നു. അത് കണ്ടപ്പോ തന്നെ അവൾക്ക് അടിമുടി ഒന്ന് വിറക്കാനായിട്ട് തുടങ്ങി. ഇത് ശരിക്കും നാണക്കേടല്ലേന്ന് പറഞ്ഞ് അവൻ നേരെ മുന്നിലേക്ക് ചാടിയോടി. എന്നിട്ട് പറയും ചെയ്യും, എന്റെ ബ്ലഡ് ശരിക്കും ഒരു ലീത്തലുള്ള പോഴ്സനാണ്. ഈ ബക്സിനൊന്നും അതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഒരു അറ്റാക്ക് ചെയ്തപ്പോഴാണ് അവൻ നേരെ നിലത്തേക്ക് വീണത്. അടുത്ത സെക്കൻഡ് മൗണ്ടൻ പിയേഴ്സിംഗ് ബീസ്റ്റ് പെട്ടെന്ന് അതൊരു മാസീവുള്ള അറ്റാക്ക് ചെയ്തു. എനിക്കറിഞ്ഞൂടാ അവൻ എങ്ങനെയാണ് ആ ബക്സിനെ. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ആ ബക്സിനെ ഇനി അവനെതിരെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതിനർത്ഥം ആ ഷെൽഡ് ബീസ്റ്റ് എനിക്ക് സമയം നേടിത്തരുന്ന സമയത്ത് ഞാൻ ഒരു സ്ട്രോങ് ആളെ സ്പെല്ല് കാസ്റ്റ് ചെയ്ത് അവനെ ബ്ലോക്ക് ചെയ്യണമെന്ന് പറഞ്ഞ്
അവളാട്ടെ ഒരു സ്പെല്ല് കാസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇതേ സമയം അവനോടുള്ള എല്ലാത്തിനെയും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. പെട്ടെന്നാണ് അവനത് ചെയ്തത്. റിച്ചിൽ ഓഫ് അറ്റാച്ച്മെന്റ്. പിന്നെ കാണുന്നത് ആ ഒരു മൗണ്ടൻ ബീസ്റ്റ് അവന്റെ കയ്യിലേക്ക് ചെന്ന് ഇരുന്നതാണ്. അത് കണ്ടപ്പോ തന്നെ അവൾ ഞെട്ടിത്തെറിച്ചുപോയി. ഇപ്പോഴാണ് എല്ലാം ഒന്ന് ശാന്തമായത്. ഇല്ല, അത് മൗണ്ടൻ പേഴ്സിംഗ് ഷീൽഡ് ബീസ്റ്റ്. പെട്ടെന്ന് അവൾക്ക് നെഞ്ചിലൊരു വേദന അനുഭവപ്പെട്ടു. നേരെ നിലത്തേക്ക് വീഴുകയും ചെയ്തു. അല്ല, ഈ ഒരു വേദന അത് ആ ബീസ്റ്റ് അനുഭവിക്കുന്നതാണ്. പക്ഷേ ഞങ്ങളുടെ കണക്ഷൻ എന്ത്? ആ ഒരു കാഴ്ച കണ്ട അവൾക്ക് അത് വിശ്വസിക്കാൻ പറ്റിയില്ല. അവൻ അവൻ ആ ഡിമോണിക് ക്യൂയെ അബ്സോർവ് ചെയ്യുകയാണ്. ഇല്ല, അങ്ങനെ വരാൻ ഈ ഡിമോണിക് ക്യൂ എന്ന് പറയുന്നത് ജീവനുള്ള എല്ലാത്തിനും ഹാംഫുൾ ആണ്. പക്ഷേ അവന്റെ ശരീരം മുഴുവൻ ഡെത്ത് ക്യൂയെ മാത്രമേ ഉള്ളല്ലോ. ഈ സമയത്ത് അവനതിന്റെ പവർ എല്ലാം തന്നെ അബ്സോർവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇത് ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആണ്. ഞാൻ അതിനൊന്ന് കയറി പിടിച്ചതേ ഉള്ളു. അതിനുള്ളിൽ തന്നെ ഇപ്പോ കിട്ടുന്ന എനർജി, ഈ ഒരു എനർജി കൊണ്ട് മാത്രം എനിക്കൊരു കോറ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റിയേക്കും. മനുഷ്യരെ കൊല്ലുന്നതിനെക്കാട്ടും കുറേ അധികം എനർജി എനിക്ക് ഇതിൻ്റെ അകത്തുനിന്ന്. പ്ലീസ് ഒന്ന് നിർത്തു. അങ്ങനെ ചെയ്യല്. അങ്ങനെയാണെങ്കിൽ ഞാനും മരിക്കും. പ്ലീസ് ഒന്ന്. ഹോ, അത് കൊള്ളാം. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ലേഡി സ്റ്റോക്കിന്റെ റെസിഡൻസ് ആണ്. ഫസ്റ്റ് മാം, നമുക്ക് അകത്തേക്ക് പോയല്ലോ. നല്ല തണുപ്പല്ലേ? അല്ല, താങ്കൾ തന്നെ അകത്തേക്ക്. എനിക്കറിഞ്ഞൂടാ, പക്ഷേ എന്തോ എന്നെ വല്ലാണ്ട് അലട്ടുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ തന്നെ ഇടപെടണ്ടേ? ആ ഒരു മന്ത്രവാദിയോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിരുന്നു ജിയോങ്ങനെ കൊല്ലാനായിട്ട്. പക്ഷേ ആ ഒരു സീക്രട്ടായുള്ള മാനുവൽ അതെങ്ങനെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എല്ലാരും അതിന്റെ പുറകെ എന്ത് വില കൊടുത്തും. ഫസ്റ്റ് മാം, അവിടേക്ക് നോക്കിയേ, ദേ ആ ഒരു മന്ത്രവാദി വരുന്നു. എന്ത്? അവളുടെ തിരിഞ്ഞു നോക്കാറുത് ദൂരെ നിന്ന് അവൾ നടന്നു വരികയാണ്. അല്ലേ, അപ്പോൾ അവൾ അത് സക്സീഡ് ചെയ്ത് കാണും. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മോക്ക് ജിയോൻ വൂൺ, നീ മരിച്ചല്ലേ? ഇതെന്തായാലും അപ്പൊ പിന്നെ ആ സീക്രട്ടുള്ള മാനുവൽ അതെന്റെ മാത്രം. ഇനി മാനർ മാസ്റ്റർ എന്ന് പറയുന്നത് എന്റെ മകനായിരിക്കും. ഫസ്റ്റ് മാഡം, കൺഗ്രാചുലേഷൻസ്. അതെ, കൺഗ്രാചുലേഷൻസ്. ഹേ, അതൊന്നും പറയാനും വേണ്ട. ആ സമയത്ത് അവൾ അവിടെ നിന്നു. അത് അവരെ ഒന്ന് ആശയക്കുഴപ്പത്തിലാക്കി. അല്ല, അവൾ ന്യൂമോൺ എന്തു പറ്റി ഇവിടേക്ക്? ആ സമയത്ത് അവൾ എന്തോ പറയാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് ഗ്രേറ്റ് മാഡം, ദി ഫീനിക്സ് പാവലിയനുള്ള ഞങ്ങൾക്ക് യങ് മാസ്റ്റർ മോക്ക് ജിയോനെ കൊല്ലാൻ സാധിക്കത്തില്ല. അത് കേട്ടപ്പോ അവൾ ഞെട്ടിത്തെറിച്ചുപോയി. ഏ, അവൾ അവൾ എന്താണ്? നാറി, അവൻ എന്നെക്കൊണ്ട് ഇതൊക്കെ പറയുകയാണ്. പക്ഷേ എനിക്ക് ലേഡി സിയൊക്കെ പറഞ്ഞിട്ടല്ലേ നീ ഇവിടേക്ക് വന്നത്. അപ്പൊ പിന്നെ നീ തന്നെ അവൾ അങ്ങോട്ട് എക്സ്പോസ് ചെയ്. എന്ത്? ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ നിന്നെ കൊല്ലാൻ സാധിക്കും. പക്ഷെ നിന്നെ കൊന്നു കഴിഞ്ഞാൽ അവൾ വീണ്ടും മറ്റൊരു മന്ത്രവാദിനെ എന്റെ പുറകിലേക്ക് അയക്കും. അത് ഫീനിക്സ് പാവലിയനും ബുദ്ധിമുട്ടല്ലേ? സോ നീ അവളെ അങ്ങോട്ട് എക്സ്പോസ് ചെയ്. അങ്ങനെയാണെങ്കിൽ ഫീനിക്സ് പാവലിയൻ ലേഡി സിയക്കിന്റെ ശത്രുവായിട്ട് മാറും. നാശം, ഇങ്ങനെ ചെയ്താൽ ഞാൻ ഫീനിക്സ് പാവലിയന്റെ ഒരു ട്രൈറ്ററായിട്ട് മാറുവാണ്. പക്ഷേ എനിക്ക് മറ്റു മാർഗമില്ല. താങ്കൾ പറഞ്ഞത് യങ് മാസ്റ്റർ മോക്കിന്റെ ശരീരത്ത് എന്തോ ബാധ കയറിയെന്നല്ലേ? പക്ഷേ അങ്ങനെയൊന്നുമില്ല. അതിലുപരി ആ ബാധ ഒഴിപ്പിച്ചിട്ട് താങ്കൾ അവരെ കൊല്ലാനും പറഞ്ഞില്ലേ? പക്ഷേ ഞാൻ നോക്കിയതിൽ വെച്ച് യങ് മാസ്റ്ററിന്റെ ശരീരത്ത് ഒരു ബാധയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിനെ കൊല്ലണമെന്നുള്ള താങ്കളുടെ റിക്വസ്റ്റ് ഞങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റത്തില്ല. അവൾ വളരെ ഉച്ചത്തിലായിരുന്നു അത് പറഞ്ഞത്. ഫസ്റ്റ് ലേഡി അത്ഭുതത്തോടെ അവിടെ നിന്നു. അടുത്ത സെക്കൻഡാണ് അവരെല്ലാരും ഉണർന്നത്. ഔട്ടർ ഹാൾ മാസ്റ്റർ ആ പറഞ്ഞത് കേട്ടോ? അതിനർത്ഥം ലേഡീസിയൊക്കെ. ഈ സമയത്ത് എല്ലാരും ഉണർന്നിരുന്നു. പെട്ടെന്ന് കുറെ പേര് അവിടേക്ക് ഓടി വരികയും ചെയ്തു. ഫസ്റ്റ് മാഡം, ഇതൊട്ടും നല്ലതല്ല. ഔട്ടർ മാസ്റ്ററും ബാക്കിയുള്ളവരും. ഫസ്റ്റ് മാഡം, മോക്ക് മോക്ക് ജിയോൺ വൂൺ, മോക്ക് ജിയോൺ വൂൺ, നീ എന്താണ് ഈ ചെയ്തത്? പിന്നെ കാണിക്കുന്നത് അവളാട്ടെ അവിടേക്ക് നടന്ന് വരുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്തോ. അത് കൊള്ളാം. ആ സമയത്ത് ആ ഒരു ബീസിനെ പിടിച്ചോണ്ട് അവനോടെ നിൽക്കുകയാണ്. നിനക്ക് കാണാമല്ലേ, ഞാനത് ഇപ്പോ ലേഡി സിയക്കും ഫീനിക്സ് പൈലനും എല്ലാം എന്റെ ശത്രുക്കളായി മാറിയിട്ടുണ്ട്. അതിലുപരി ലേഡി സിയക്കിന്റെ അവസ്ഥ. ഏ ഏ അവളെ പറ്റിയല്ല ഞാൻ ആലോചിക്കുന്നുണ്ട്, എന്നെ പറ്റി ആലോചിക്ക്. ഞാനിപ്പോ ഫീനിക്സ് പാവലിയനെ എന്റെ ഫെമിലിയർ സ്പിരിറ്റിന് വേണ്ടി എന്റെ ശത്രുക്കളാക്കാൻ മാറ്റി. അവരിനി എന്റെ ജീവിതകാലം മുഴുവൻ എന്റെ പുറകെ തന്നെ കാണും. അതുകൊണ്ട് രക്ഷപ്പെടേണ്ട സമയം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. എന്റെ സ്പിരിറ്റിനെ നീ പറഞ്ഞതുപോലെ തിരിച്ചു തരാനായിട്ട് നോക്ക്. അല്ല, അതിനു മുമ്പ് എനിക്കൊരു കാര്യം നിന്നോട് ചോദിക്കാനുണ്ട്. എന്ത്? കിമി മൊറിയനെ പറ്റി നിന്നോട് പറയണമെന്നോ? ഈ കിമി മൊറി എന്ന് പറയുന്നത് അവളുടെ കയ്യിലുള്ള ആ ഒരു ബീസ്റ്റിനെ പോലുള്ള കുറെ സ്പിരിറ്റ്സിനെയാണ്. അതെ, എനിക്കറിയണം. അതായത് ഈ ഡിമോണിക് മോങ്കും ഈ ഒരു ബേഡ് ഹെഡില്ലേ, ഇതിനെ പോലുള്ള എല്ലാ ആൾക്കാരെയും പറ്റി എനിക്കറിയണം. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ ആ കാണുന്നത് അവൻ്റെ ആ ഒരു ഫെമിലിയർ സ്പിരിറ്റാണ്. പക്ഷെ എനിക്ക് മനസ്സിലാത്തത് ഇത്രയും
ഇത്രയും ദേഷ്യമുള്ള ഒരു ജീവി എങ്ങനെയാണ് അവന്റെ ഫെമിലിയർ സ്പിരിറ്റ്? അതിലെല്ലാം ഉപരി അവന്റെ ശരീരത്ത് മറ്റൊരെണ്ണം കൂടെ എനിക്ക് കാണാൻ. എന്തേ നീ ഇതൊക്കെ പറയലെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവനെ കഴുത്ത് പിടിച്ച് അവൻ ഞെരിച്ചു. ഇല്ല, ഞാൻ പറയും, ഞാൻ പറയാം. കിമിമോറിയയില് 6 ലെവൽസ് ഉണ്ട്. ഒമ്നിയസ് ബീസ്റ്റ്, സ്ട്രേഞ്ച് ബീസ്റ്റ്, മിത്തിക്കൽ ബീസ്റ്റ്, പിന്നുള്ളത് ഡിമോണിക് ബീസ്റ്റ്, സേക്രഡ് ബീസ്റ്റ് ആൻഡ് ഡിവൈൻ ബീസ്റ്റ്. എന്തിനേറെ പറയുന്നു, ഒമ്നിയസ് ബീസ്റ്റ് വരെ സത്യം പറഞ്ഞാൽ ഒരു സ്മോൾ ഡിസാസ്റ്റർ ആയിട്ടാണ് കണക്കാക്കുന്നത്. അവരുടെ ലെവൽ കൂടുന്തോറും അവരുടെ അപകടനില കൂടിക്കൊണ്ടേയിരിക്കും. ഫീനിക്സ് ഫാമിലിയിൽ എന്നെ ഉൾപ്പെടെ 3 പേർക്ക് മാത്രമേ ഒരു ഫെമിലിയർ സ്പിരിറ്റ് ഉള്ളൂ, അതും ഈ ബീസ്റ്റ് ആയിട്ട്. അതിൽ ഒരാളുടെ പേരാണ് ഗ്വാ. അവൻ ഹോൾ മാസ്റ്ററിന്റെ ഒരു സഹായിയാണ്. അവന്റെ കയ്യിലുള്ള സ്പിരിറ്റിന്റെ പേര് ഗു ഡിയോ എന്നാണ്. അതൊരു മൗണ്ടൻ സ്പിരിറ്റ് ആണ്, ലൂ മാൻ മൗണ്ടനിലെ. പക്ഷെ അതിന്റെ പവറും അതിന്റെ ഫുൾ പവർ എന്താന്ന് എനിക്കിതുവരെ അറിഞ്ഞൂടാ. പക്ഷെ അതെന്തായാലും അപകടകാരിയാണ്. പിന്നുള്ളതാണ് ഫീനിക്സ് പാലിന്റെ ഹാൾ മാസ്റ്റർ. എന്നാൽ അദ്ദേഹത്തിന്റെ കിമിമോറി ഏതാന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ അതെന്തായാലും വൺ ഓഫ് ദി ഹയസ്റ്റ് ലെവലില് ഒന്നായിരിക്കും. ഹയസ്റ്റ് ലെവൽ അപ്പോ സേക്രഡ് അല്ലെങ്കിൽ ഡിവൈൻ ബീസ്റ്റ് അല്ലേ? ഒരിക്കലുമല്ല. അത് ലെജൻസിൽ മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ചുരുക്കം കുറച്ച് ആൾക്കാരുടെ കയ്യിൽ മാത്രമേ ഈ സേക്രഡ് ഉള്ള ബീങ്സ് ഒക്കെ വന്ന് ചേർന്നിട്ടുള്ളൂ. അതുകൊണ്ട് അതുകൊണ്ട് എൻ്റെ ഒരു ഇതിൽ അതൊന്നെങ്കിൽ ഒരു മിത്തിക്കൽ അല്ലെങ്കിൽ ഒരു ഡിമോണിക് ബീസ്റ്റ് ആയിരിക്കും. എൻ്റെ ഒരു പുസ്തകമുണ്ട്, ഇത് ഞാൻ നിനക്ക് തരാം. എന്ത്? ക്ലാസിക് ആൻഡ് മൗണ്ടൻസ് ആൻഡ് സീസ്. ഓ റിയലി താങ്ക്സ്. അപ്പോൾ ഫീനിക്സ് ഹാൾ മോസർ അവൻ്റെ കയ്യിൽ ഒരു നല്ലൊരു ബീസ്റ്റ് ഉണ്ടല്ലേ? ചുരുക്കം പറഞ്ഞാൽ ഒരു ഹയർ ലെവലിലുള്ള കിമി മൊറിയോ. അതെന്തായാലും ഹാ എന്തായാലും നന്നായി. ഇന്നാ നിന്റെ സ്പിറ്റ് എടുത്തോന്ന് പറഞ്ഞ് പെട്ടെന്ന് അതിനെ അറിഞ്ഞ് അവളുടെ കയ്യിലേക്ക് കൊടുക്കുകയും ചെയ്യും. അതാട്ടെ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. എന്തേ താങ്ക്സ് പറയത്തില്ലേ? താങ്ക്സ് ഒച്ചത്തി താങ്ക്സ്. ആ നിനക്ക് പോകാം. ഇതെല്ലാം കാണുന്ന ഗാഡ് ഗോച്ചാൻ പറയും ചെയ്യും. ഇവന്റെ ആറ്റിറ്റ്യൂഡ് വന്ന് വന്ന് ഈ സമയത്ത് തലയും കുമ്പിട്ടുണ്ട് അവൾ പോവുകയും ചെയ്യും. ഇന്നത്തെ ദിവസം ശരിക്കും ലക്കിയാണ്. ലേഡി സിയോക്കിന് ഇനി എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിലുപരി ആ ഒരു മൗണ്ടൻ പീസിംഗ് സെൽഡ് ബീസിന്റെ ആ ഒരു ക്വേ കൊണ്ട് എനിക്ക് ഒരു എനർജി കോറും ക്രിയേറ്റ് ചെയ്തിട്ട് പറ്റിയിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ എനിക്കിനി അങ്ങോട്ട് മാർഷൽ ആർട്സ് പഠിക്കാൻ സാധിക്കും. അല്ല നീ ഓക്കെ അല്ലേ? കുഴപ്പം എന്താ അങ്ങനെ ചോദിച്ചത്? അവളൊരു മന്ത്രവാദിയല്ലേ, അവൾക്ക് നിന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ. പക്ഷെ വാക്ക് പറഞ്ഞ വാക്കല്ലേ, അല്ല നിനക്കത് കുഴപ്പമില്ലേ? അവളിനി എപ്പോഴെങ്കിലും റിവെഞ്ചിന് വേണ്ടി തിരിച്ച് നീ പറഞ്ഞതും സത്യം തന്നെയാണ്. ഹാ എന്തായാലും അവളിനി അങ്ങനെ ചെയ്യുമെന്ന് തോന്നില്ല. ഏ അതെന്താണ്? അപ്പൊ പിന്നെ നീ വാക്ക് പാലിക്കാൻ സമയമായില്ലേ? പിന്നെ കാണിക്കുന്നത് അവൾ നേരെ പുറത്തേക്ക് നടക്കുന്നതാണ്. അവളുടെ ബീസ്റ്റ് നന്നായിട്ട് പേടിച്ച് വിറക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അവിടെ വെച്ച് ഞാൻ മരിച്ചാലും എനിക്ക് ഞെട്ടാനൊന്നുമില്ല. മോക്ക് യൂണിഫോൺ അവൻ അപകടകാരിയാണ്. പക്ഷേ തൽക്കാലത്തേക്ക് ഞാൻ പോകുവാണ്. ഞാൻ ഉറപ്പായിട്ടും തിരിച്ചു വരും, ഉറപ്പായിട്ടും. അപ്പൊ നീ പ്രതികാരം ചെയ്യാനാണല്ലേ പോകുന്നത്? അത് കേട്ടപ്പോ അവൾ ഞെട്ടിത്തരിച്ചുപോയി, നേരെ ബാക്കിലേക്ക് ചാടി. അല്ല അവിടെ ഈ ഒരു ഫീലിംഗ് അത് ആ സമയത്ത് അവളുടെ കണ്ണ് ഓവറായിട്ട് പ്രവർത്തിക്കുകയും അതിനന്ന് രക്തം നേരെ ഒലിക്കാനും തുടങ്ങി. ഇതാ റിവേഴ്സ് മർഡർ ഉള്ള സമയത്ത്. അല്ല എനിക്കിത് വിശ്വസിക്കാൻ, ഇത് ശരിക്കും ഒമ്നിയസ് ഉള്ളൊരു ബീങ്. പെട്ടെന്നാണ് അവളുടെ പുറകിലേക്ക് 2 കൈകൾ വന്നത്. അതിലൊരു കൈ അവളുടെ കണ്ണിലേക്കാണ് ചെന്നത്. പിന്നെ കാണുന്നത് അവളുടെ കണ്ണിന്ന് ചോര വരികയും അവൾ ആ കണ്ണ് പൊത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. പെട്ടെന്നാണ് അവൾ ആ രൂപം കാണുന്നത്. ദ ബ്ലൂ സ്പിരിറ്റ് അവളുടെ തൊട്ട് മുമ്പിലുണ്ടായിരുന്നു. ഹും, നിനക്ക് നിന്റെ ഒരു കണ്ണ് പോയെങ്കിൽ എന്താ, മറ്റേ കണ്ണ് എന്ത്? ഏ അപ്പോഴാണ് അവളുടെ കണ്ണ് പോയത് തന്നെ അവൾ ശ്രദ്ധിക്കുന്നത്. അടുത്ത സെക്കൻഡ് ആ രക്തമെല്ലാം അവളുടെ വായിലേക്ക് ഒഴുകാനായിട്ട് തുടങ്ങി. എനിക്ക് എനിക്ക് ശ്വാസം എടുക്കാൻ. പിന്നെ കാണുന്നത് അവളുടെ ശരീരത്തിൽ നിന്ന് ചിന്തുന്ന ഓരോ രക്തത്തുള്ളി അവളുടെ വായിലേക്ക് തന്നെ കുത്തി കയറുന്നതാണ്. അങ്ങനെ അവൾ അവിടെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ലേഡിനെയാണ്. സമ്മതിച്ചു തരത്തില്ല. ആ പയ്യൻ അവൻ എന്നെ ഹറാസ് ചെയ്യുവാണ്, അവൻ എന്നെ ഫ്രെയിം ചെയ്യുവാണ്. താങ്കൾക്ക് അറിഞ്ഞൂടെ ആ ഒരു മന്ത്രവാദി ആ റൂമിന്റെ അകത്ത് ഒരുമിച്ചുണ്ടായിരുന്നു അവനോട്ട്. അവൻ എന്തോ ഒപ്പിക്കുന്നുണ്ട്. ശബ്ദിക്കരുത്. പെട്ടെന്ന് അവൾ ഞെട്ടി. ഞാൻ പറഞ്ഞില്ലേ ശബ്ദിക്കരുതെന്ന്. അത് ഔട്ടർ ഹാൾ മാസ്റ്റർ ആയിരുന്നു. ആ മെഡിസിൻ ഹാളിൽ വെച്ചുണ്ടായതെന്താന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ അല്ല താങ്കൾ തന്നെ കണ്ടല്ലേ അത്? നീ ആ മന്ത്രവാദിനെ വെച്ചുകൊണ്ട് മാനർ മാസ്റ്ററിനെ രക്ഷിക്കാനാണോ നോക്കിയത്, അതോ കൊല്ലാനോനോ? ഔട്ടർ ഹാൾ മാസ്റ്റർ താങ്കൾ അതിരെ. പക്ഷേ അപ്പോഴും അവൾക്ക് ഒച്ച അധികം അങ്ങോട്ട് പൊക്കാൻ സാധിച്ചില്ല. കാര്യം അവൻ കംപ്ലീറ്റ്ലി സീരിയസ് ആയിരുന്നു. എനിക്കിതങ്ങനെ വെറുതെ വിടാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് അന്വേഷണം എന്തായാലും ഉണ്ടാവും. കോപ്പറേറ്റ് ചെയ്യുന്നതാണ് നല്ലത്.
നീ വിഷമിക്കണ്ട. ഇതെന്തായാലും സത്യസന്ധമായിട്ട് മാത്രമേ ഞാൻ അന്വേഷിക്കത്തുള്ളൂ. നീ മാത്രമല്ല, സെക്കൻഡ് സണ്ണും ഫസ്റ്റ് സണ്ണും പിന്നെ ഇതിലെല്ലാത്തിലുള്ള തേർഡ് സണ്ണ്, അവനെ ഞാനൊന്ന് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ അർദ്ധ രാത്രി അവൻ നല്ല ടെൻസ്ഡ് ആയിരുന്നു. നാശം, എനിക്ക് മനസ്സിലാത്തത് ഈ സെക്കൻഡ് സണ്ണും ലേഡി സിയൊക്കെ എന്തിനാണ് തേടിനെ കൊല്ലാൻ നോക്കിയത്? ഈ പവറിന് വേണ്ടിയാണെങ്കിൽ യങ്ങസ്റ്റിനെ അല്ല കൊല്ലാൻ നോക്കേണ്ടത്. കാര്യം മാനർ മാസ്റ്ററിന്റെ ഫേവറേറ്റും യങ്ങസ്റ്റ് ആയിരുന്നു. എന്നാൽ അതിലുപരി തേർഡ് സണ്ണിന് ഇപ്പം മാർഷൽ ആർട്ട് എബിലിറ്റീസ് ഇല്ല. അവൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും അത്ര നല്ലതൊന്നുമല്ല. അല്ല, ഇനി എനിക്കറിയാത്ത എന്തെങ്കിലും ഉണ്ടോ? ശരിയാണ്, ഞാൻ ഇതിനു മുമ്പ് അവനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവൻ വളരെ കാമൻ കോയിറ്റായിട്ടാണ്. പക്ഷേ അവൻ എപ്പോഴും അരുകനായിട്ടായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഞാനെന്ന് വിചാരിച്ചത് മരണം തൊട്ടു മുമ്പേ കണ്ടതുകൊണ്ടായിരിക്കും എന്നാണ്. എങ്കിലും എന്തോ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ പോയി അന്വേഷിക്കാം. അങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നത്.